മുട്ടയൊക്കെ വെച്ചിട്ട് ഒരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിന് തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചതാണ്. ഇതിൽ നിന്നും കുറച്ച് വെള്ളം വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് 2 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നമ്മളിതിലേക്ക് ചേർക്കുമ്പോൾ കൈവച്ച് ഒന്ന് ഞെരടിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഓരോ ലെയേഴ്സായിട്ട് സവാള ഇങ്ങനെ വിട്ട് വരും. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും ചെറുതായി കട്ട് ചെയ്തതാണ്, അതും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ചധികം കരിവേപ്പില വേണം. കരിവേപ്പില കുറച്ചധികം തന്നെ ചേർക്കുക, എന്നാലേ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുള്ളൂ. അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ നിന്നും വെള്ളം വിട്ട് വരും. കാരണം ഈ ഉരുളക്കിഴങ്ങിലും വെള്ളമുണ്ട്, അതേപോലെ തന്നെ സവാളയിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ തന്നെ വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതിലോട്ട് കടലമാവ് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇത്രയും കൂടിയിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിലേക്കൊന്നും വെള്ളമൊന്നും ചേർക്കരുത്, കാരണം ഇതിൽ തന്നെ കുറച്ച് വെള്ളം കാണും. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്താൽ മതി. ഇതൊട്ടും തന്നെ വെള്ളം പോലെ ആയിപ്പോരുത്, കുറച്ച് കട്ടിയിൽ തന്നെ ആയിരിക്കണം ഈ മാവ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിങ്ങനെ തന്നെ കുഴച്ച് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ വല്ലാണ്ട് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം വേണ്ടി വരും, കുറച്ച് മാത്രം മതി. ജസ്റ്റ് ഒന്ന് തെളിച്ച് കൊടുത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ശരിക്കും ഉള്ളിവടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 മുട്ട പുഴുങ്ങിയെടുത്തിട്ട് മുട്ട 4ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് 8 പീസസ് ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ മാവ് എടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണയോ വെള്ളം തേച്ചതിന് ശേഷം മാവ് ഇതേപോലെ കുറച്ചെടുക്കുക. കുറച്ച് വലുപ്പത്തിൽ തന്നെ എടുക്കുക. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതേപോലെ ആയിരിക്കണം. ഒട്ടും തന്നെ മാവ് ലൂസായിരിക്കരുത്. ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ മാവ്. നമുക്ക് മാവ് കുറച്ച് ബോൾ പോലെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതേപോലെ ഷേപ്പ് ചെയ്തതിന് ശേഷം ഈ കൈ വെച്ച് ഒന്ന് പരത്തിയെടുക്കുക. പറ്റാവുന്നത്രയും കുറച്ച് കനം കുറച്ച് തന്നെ പരത്തിയെടുക്കുക. ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഈ ഓരോ മുട്ടയുടെ പീസസ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ മാവ് മുഴുവൻ ഇട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ മുട്ട പുറത്ത് കാണാത്ത വിധം നമ്മളിത് കവർ ചെയ്തെടുക്കുക. അപ്പോൾ മാവ് നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ ലൂസാണെങ്കിൽ നമുക്കിതേപോലെ ഇത് ശരിക്കും കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ല ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ. എന്നാൽ നമുക്ക് ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ ബോൾസും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ മുട്ട കാണാത്ത വിധം ഇതേപോലെ നമ്മൾ ഓരോ റോൾസും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മളിതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. ഇത് വറുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായിരിക്കണം. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഈ ഓരോ ബോൾസും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ, കാരണം ഈ മാവൊന്നും വേവാത്തതാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് നമ്മളിത് വേവിക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊന്നും വേവാത്ത പോലെ ഇരിക്കും. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം വറുത്തെടുക്കാൻ. 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിതിനി തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും നല്ലതുപോലെ വെന്ത് വരണം. അതുവരെ നമുക്കിത് വേവിച്ചെടുക്കണം.
ഇതിപ്പോൾ രണ്ട് സൈഡും നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ളതും നമുക്ക് ഇതേ രീതിയിൽ തന്നെ വറുത്തെടുക്കാം. തീ ഒട്ടും തന്നെ കൂട്ടി വയ്ക്കാതെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ മുട്ട കൊണ്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ പച്ചമുളകും പിന്നെ മുളക് പൊടിയൊക്കെ ചേർത്തോണ്ട് നല്ല സ്പൈസിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്